ഹാപ്പി ലൈഫ് വിത്ത് അമ്മുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അതെ, നമുക്കൊന്നൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ എടുത്തു വെച്ച സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാട്ടോ. 3 വലിയ സബോള, 2 വലിയ തക്കാളി, ഒരു 7 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികളും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. 1/2 കിലോ ചെമ്മീനിക്ക് 1/2 കിലോ അരിട്ടിട്ടാണ് കേട്ടോ ഞാൻ വെക്കണത്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് ചെമ്മീൻ നമുക്കൊന്ന് കായം പുരട്ടിയിട്ട് നീക്കി വെക്കാട്ടോ. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ട് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ഒരു 3 ഏലക്കായ, കുറച്ച് കരയാമ്പൂവ്, ബേ ലീഫ്, പട്ട ഒക്കെ സാധാരണ എല്ലാവരും ഇടുന്ന പോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് അവിടെ തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരിയിടാം. അപ്പോൾ അരിയുടെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും നമുക്കിവിടെ ചെമ്മീൻ പൊരിച്ചെടുക്കാം കേട്ടോ. ചെമ്മീൻ പൊരിച്ച വെളിച്ചെണ്ണയിലാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണയിൽ നമുക്ക് മസാല തയ്യാറാക്കട്ടോ. അപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിൻ്റെ ശേഷം, നന്നായി വഴണ്ടി വന്നതിന് ശേഷം ബാക്കിയുള്ള മസാലകളൊക്കെ ഇടാട്ടോ. സബോള മൂത്തപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട്, അതും മൂത്തപ്പോൾ തക്കാളി തക്കാളി ഇട്ടിട്ട് നന്നായി വഴറ്റി എണ്ണ തെളിയുന്ന വരെ യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പൊടികളൊക്കെ ചേർക്കാം. അതും നന്നായി മൂത്തതിൻ്റെ ശേഷം നമുക്ക് ചെമ്മീൻ ചേർക്കാം. അപ്പോൾ പൊടികളൊക്കെ ഇട്ടിട്ടാ ഇനി നന്നായിട്ട് മൂക്കട്ടെ. അത് കഴിഞ്ഞാൽ ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ദമ്മിടാനുള്ള പരിപാടികൾ ചെയ്യാട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ടാ. ലൈക്കും കമൻറ്റും ഇടാനൊന്നും മറക്കരുത് കേട്ടോ.
അപ്പോൾ ദമ്മിടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, നെയ്യാണ് ഒഴിക്കേണ്ടത്. ഞാനിത് അത്രയും പൊരിച്ചൊക്കെ ചെയ്ത് കാരണം കൊണ്ട് നെയ്യ് ഒഴിക്കണില്ല. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി വെതറിയിട്ട് മുകളിൽ മല്ലിയിലുള്ളവർക്ക് ഇടാം. എൻ്റെ കയ്യിലില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇടണില്ല കേട്ടോ. അതും കൂടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ദമ്മിടാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. സൂപ്പറാണ്, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും ഷെയറും കമൻസൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ.